നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. എല്ലാവരും നല്ല സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഇടങ്ങളോട് ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സർവ്വജലാംഗങ്ങളുടെയും സൃഷ്ടാവ് അവിടുത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സകല അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും നന്ദി കരയേറ്റുവാനും ഒരവസരം കൂടെ ദാനം ചെയ്ത് അതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നോമ്പ് സമയങ്ങൾ ഓരോ ദിവസവും തരുന്ന വിലയേറിയ ദൂതനായി സ്തോത്രം. ഇന്ന് അവിടുത്തെ തന്നെ അടികളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായിലെ നിന്ന് വരുന്ന വചനങ്ങളും അടികളുടെ എവരുടെയും വിചാരങ്ങളും അവിടത്തേക്ക് പ്രസാദമുള്ളതായ ഒരു ജീവിതത്തിനായി അടികളെ ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. യേശുക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു, കൃപ കേൾക്കണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ വചനധ്യാനത്തിൽ എന്നെ അനുവദിച്ച നമ്മുടെ സ്വന്തം എപ്പിഫനി ഇടവകാരി ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ പ്രമോദ് സക്രിയാച്ചനും ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്കായി തങ്ങളുടെ ഭവനം തുറന്നു തന്ന മിസ്റ്റർ ഡാനിയൽ പി ജോണിനും മിസസ് മറിയം ജോണിനും ഈ വിശുദ്ധ നമസ്കാരത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഇടവകകൾക്കും എല്ലാ സഹവിശ്വാസികൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിൽ പുതുതായി ഒന്നും പറയാനില്ല, അതൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇന്നത്തെ ധ്യാനം ഒരു ചെറിയ ചോദ്യത്തോടു കൂടി ആരംഭിക്കാം. ഒരു വർഷത്തിന് എത്ര ആഴ്ചകളുണ്ട്? 52. ഓക്കെ. അതിലെത്ര സൺഡേ ഉണ്ട്? 52 സൺഡേ ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം പുറത്തൊന്നും പറയണ്ട, ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മതി. ഓരോരുത്തർക്കും എന്ത് പ്രായമുണ്ട്? പറയണ്ട. അതിൽ എത്ര സൺഡേകളുണ്ടായിരുന്നു? അത്രയെങ്കിലും വചനധ്യാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ചെറുപ്പത്തിൻ്റെ അറിയാൻ വയ്യാത്ത ഒരു അവസരത്തിൽ 10 വർഷം കടഞ്ഞേച്ച് ബാക്കി എടുത്താൽ മതി. അപ്പം 20 വയസ്സുള്ളവർ 10 വർഷത്തിൻ്റെ 5200 ശരിയായി 5020 520 പഠിച്ചത് ഇപ്പോഴും. പിന്നെ 30 വയസ്സിൽ എത്ര ആയിരിക്കും? 20 വയസ്സിൻ്റെ കുട്ടിയേച്ച് 1000-ഓളം വരും. അപ്പോൾ 60 വയസ്സിലോ 70 വയസ്സിലോ ആയിരങ്ങളോളം സുവിശേഷം നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നാൽ അതെല്ലാം ഒത്തിരി പ്രസംഗം കേട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്രവർത്തികളും ജീവിതങ്ങളും എങ്ങനെയുണ്ട്? വചനത്തിന് അനുസരണമാണോ? 30 വയസ്സ് വരെ പ്രസംഗം കേട്ടെങ്കിൽ ഇനി നിർത്താം. കാരണം എന്ന് വെച്ചാൽ യേശുക്രിസ്തു 30 വയസ്സ് വരെയാണ്. ഇനി നിങ്ങൾ വചനത്തിനല്ല ജീവിതത്തിലേക്കും മറ്റുള്ളവരെ പ്രഘോഷിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഒരുങ്ങാം. യേശുക്രിസ്തു അതാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു സുവിശേഷമാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. നോമ്പും അതിനോടനുബന്ധിച്ചുള്ള ഉപവാസവും പ്രാർത്ഥനയും റിപ്പൻറ്റൻസും റിക്കൺസിലേഷനും ആംസ് ഗിവിങ് അഥവാ ചാരിറ്റി ഗിവിങ് എല്ലാം അബ്രഹാമിക് റിലിജനിൽ ഉള്ളതാണ്. അതായത് ക്രിസ്ത്യാനിറ്റി, ജുഡയിസം, ഇസ്ലാം. നാം എല്ലാ വർഷവും 50 ദിവസത്തെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് ഷുബ്കോനോ പ്രയർ സർവീസിൽ കൂടെയാണല്ലോ. ദ സർവീസ് ഓഫ് റിക്കൺസിലിയേഷൻ, ഫൊർഗീവ്നെസ് ആൻഡ് റിപ്പൻറ്റൻസ്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും സ്നേഹത്തിൽ വസിക്കുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് കൂടാതെ നമുക്ക് തന്നെ പ്രയോജനമുള്ളതാണല്ലോ. നമ്മുടെ മനസ്സിലുള്ള വെറുപ്പുകളെ മറ്റ് നെഗറ്റീവ് എമോഷൻസെയും നമ്മൾ മനസ്സിൽ നിന്ന് പോകുന്നതോടുകൂടി നമുക്ക് പല നന്മകളും ഉണ്ടാകുന്നു. മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു, ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ ആകുന്നു. ഇതൊക്കെ ഇതിനെപ്പറ്റിയുള്ള റിസർച്ച് കണ്ടുപിടിച്ചതാണ്. അതുപോലെ തന്നെ ക്രിസ്തുയേശു നമ്മെ പഠിപ്പിച്ചത് എന്താണ്? മാത്യു 5:23-24 പറയുന്ന പോലെ കർത്താവ് കൽപ്പിക്കുന്നത്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുണ്ടെന്നെങ്കിൽ നിനക്ക് സഹോദരന് നേരെ വല്ലതുണ്ടെന്നല്ല, സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും. കാരണം അത്രയും കടുപ്പത്തിലാണ് പറയുന്നത്.
സഹോദരൻ നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് ഇന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നും നിന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നും നമ്മെ പഠിപ്പിച്ച കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ഇടങ്ങളും ദോഷങ്ങളെയും ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ്? നമ്മൾ എന്മിറ്റി ഇല്ലാതെ സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാന നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമെങ്കിൽ നോമ്പാചരണവും ആ സമർപ്പണത്തിൻ്റെ ഭാഗമാകുന്നല്ലോ. നാം ആരെങ്കിലുമായി ഇപ്പോൾ ശത്രുത പുലർത്തുന്നുണ്ടോ? ദൈവശിക്ഷയെയും ദൈവത്തെയും നാം സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ നോമ്പാചരണം വെറും കപടഭക്തിയാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഇനി റിപ്പൻറ്റൻസ് കൊണ്ട് എന്താണ് നാം സാധിക്കുന്നത് നോക്കാം. ആദാം മുതൽ പാപ സ്വഭാവത്തിലായിരിക്കുന്ന നമ്മെ ക്രിസ്തുമാർഗത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുന്ന പ്രക്രിയയാണ് റിപ്പൻറ്റൻസ്. റിപ്പൻറ്റ് ആൻഡ് റിട്ടേൺ ടു ഗോഡ് എന്ന ആഹ്വാനം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടെടുപ്പിൻ്റെ ഒരു സന്ദേശം. യഥാർത്ഥ അനുതാപം ദൈവവുമായുള്ള അനുരഞ്ജനത്തിന് സഹായിക്കുന്നു. അതുവഴി എല്ലാ പാവങ്ങളുടെയും ആൻറ്റിഡോട്ടായ മെഡിസിനാണ് നമ്മിൽ കടന്നു വരുന്നത്. ആ ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ നമ്മെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ നമ്മെ സഹായിക്കുന്ന കർത്താവ് പഠിപ്പിച്ചെന്നാൽ ദൈവരാജ്യം സമീപിരിക്കാൽ മാനസാന്തരപ്പെടുകയും. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇനി ഒരു നോമ്പിൻ്റെ ഭാഗമായി ചാരിറ്റി ഗിവിങ്ങിനെ പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും നാം ക്രമമായി നടത്തുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഗിവിങ് എത്രത്തോളമുണ്ട്? മറ്റുള്ളവരെ സഹായിക്കുവാനും ചർച്ചിൻ്റെയും സുവിശേഷപ്രവർത്തനങ്ങളെയും കാര്യക്ഷമമായി നടത്തിപ്പിനാണല്ലോ ദശാംശം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കൊടുക്കാതിരിക്കുന്നവരോട് യഹോവ മലാഖി 3:8 കൂടെ ഇങ്ങനെ നമ്മെ ഓർപ്പെടുന്നു: നിങ്ങൾ ദശാംശത്തിലും വഴിപാടിൽ എന്നെ തോൽപ്പിക്കുന്നു. മലയാളം ട്രാൻസ്ലേഷനിൽ തോൽപ്പിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ദൈവത്തിനെ ചീറ്റ് ചെയ്യുന്നു, റോബ് ചെയ്യുന്നു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നാം ഇക്കാര്യത്തിൽ ദൈവത്തെ ചീറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഉപവാസം നോമ്പിൻ്റെ ഒരു പ്രധാന ഘടകമാകുന്നുവല്ലോ. ഫാസ്റ്റിൽ കൂടെ ചില കാര്യങ്ങൾ വർജിക്കുന്നത് ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുവാനും ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പാനും നല്ലതാണെന്നും പഠനങ്ങളുണ്ട്. ആവശ്യമില്ലാത്തതും ആവശ്യത്തിലധികവും അകത്തേക്ക് പോകുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നു എന്നതും അവ മൂലം ആയുസ്സിനും ആരോഗ്യത്തിനും ഹാനി വരുത്തുന്നതുമാകുന്നു. ഈയിടെയുള്ള ചില റിസർച്ച് പഠനങ്ങളിലും നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിൽ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. രണ്ടും അന്യോന്യം ക്ലോസ്ലി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആഹാര രീതികൾ നമ്മുടെ മൂഡിനെയും സ്വഭാവത്തെയും ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ഉണ്ടെന്ന് ഓർത്തിരിക്കുന്നത് നന്ന്. പ്രമോദത്തിൽ എനിക്ക് അസൈൻ ചെയ്ത ധ്യാന വിഷയം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 5 മുതൽ 10 ഉള്ള വാക്യങ്ങളാണ്. ഇതൊരു വേറൊരു കാര്യമാണ്. ഇന്നത്തെ എവങ്കേലിയനും ഏതാണ്ട് യെശയ്യാപ്രവാചകന്റെ ആ പുസ്തകത്തിൽ നിന്നാണ്. അതൊരു അതിന് പറയാം, ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ്, യാദൃച്ഛ്യമല്ല, അത് ഇതിൻ്റെ കോയിൻസിഡൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ എവങ്കേലിയൻ ഒന്ന് വായിച്ചാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഉറക്കെ വായിച്ചാൽ കൊള്ളാം. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉദ്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു.
സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളും ആയുള്ളവരെ, യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവീൻ. താങ്ക് യു. ഇനി ഇന്ന് എവൻഗേലിയനായിട്ട് വായിച്ച ഭാഗം ആരെങ്കിലും വേറൊരാൾ, അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യം. അവൻ വളർന്ന നസറേത്തിൽ വന്നു. സബത്തിൽ തന്റെ പതിപോലെ പടിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവനെ കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും വിടുതന്മാരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കവർന്നഹോമിലുണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പ്രകൃത നഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തന്റെ പ്രകൃത നഗരത്തിൽ സമ്മതമല്ല എന്ന്. മതി. അപ്പം യെശയ്യാ പ്രവചന്റെ 42-ാം അധ്യായത്തിൽ അല്ല മറ്റുള്ള പ്രവചനങ്ങളിൽ ക്രിസ്തുവിനെപ്പറ്റി പറയുന്നത് ഈ വായനയിലൂടെ, യെശയ്യാ പ്രവചനെ കോട്ടയുകൊണ്ടുള്ള ഈ വായനയിലൂടെ നിവൃത്തിയായെന്ന് കർത്താവ് തന്നെ സാക്ഷിക്കുന്നതാണ്. ഈ ഭാഗങ്ങളെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് അധിക ചിന്തയിലേക്ക് ഞാൻ കടക്കാതിരിക്കുന്നു. ആദ്യത്തേത് ക്രിസ്തുവിൻ്റെ മിഷനെയും പറ്റിയുള്ള പ്രവചനവും, 2-ാം ഭാഗം അതെങ്ങനെ നിവർത്തിച്ചെന്ന് ക്രിസ്തു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് ഞാൻ പറഞ്ഞ പോലെ. യെശയ്യാ 42 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ഒന്ന് നമുക്ക് അവലോകനം ചെയ്യാം. ഇതിൽ 5-ാം വാക്യം യഹോവയായ ദൈവം ആരാണെന്ന് പ്രതിപാദിക്കുന്നു. 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ കടന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അറിയിക്കുന്നു. അത് 8ഉം 9ഉം കൂടെ ചേർത്ത് വായിച്ചാൽ ഒന്നുകൂടെ നമുക്ക്. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുൻപേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. താങ്ക് യു. യെശയ്യാവിന്റെ 1 മുതൽ 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോടും ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയുമില്ല. തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ നാശത്തിനായി ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആ ഭാഗം ക്രിസ്തു ആരാണെന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. ക്രിസ്തു ആരാണ് എന്ന് നമ്മളെ, പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ക്രിസ്തുവിൽ മേൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണത്. പിന്നെ ഈ കർത്താവിൻ്റെ മിഷൻ എന്താണെന്ന് 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. 6-ാമത്തെ വാക്യം, കുറ്റുകുഞ്ഞുങ്ങളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടിയിപ്പാനും യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. 7-ാമത്തെ വാക്യം ക്രിസ്തുവിന് യഹോവ കൊടുക്കുന്ന ഉടമ്പടി, കവനന്റ് പ്രസ്താവിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. 10-ാം വാക്യം സകല ചരാചരങ്ങളും യഹോവയ്ക്ക് സ്തുതി കയറ്റുന്നതിനും മഹത്വം കൊടുക്കുന്നതിനും ഉള്ള ആഹ്വാനമാണ്. കാരണം മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നു. 10-ാം
വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്കൊരു പുതിയ പാട്ടു ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുകയും. അപ്പൊ സർവരും യഹോവയെ സ്തുതിക്കേണ്ട ഒരു ആഹ്വാനമാണ് അവിടെ നാം കാണുന്നത്. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി, അതായത് അതിൽ തന്നെ നമുക്ക് അറിയാവുന്ന ആയതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. എന്നാൽ ഈ പ്രവചനങ്ങൾ നടത്തിയ യെശയ്യാവ് ആരായിരുന്നു എന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, യഹോവ വിശദീകരിച്ചവൻ, അധരത്തിൽ തീക്കൽ തൊട്ട് പ്രവചന ദൗത്യത്തിനായി വിളിക്കപ്പെട്ടവൻ, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുമെന്ന ദൈവവിളി കേട്ട് അടിയനെ അയക്കണമെന്ന് സാമുവേൽ പ്രവാചകനെ പോലെ ദൈവദിനം വിളമ്പാൻ തയ്യാറാവൻ വിളിക്കപ്പെട്ടവൻ. നമുക്കാണ് ഈ വിളി വന്നതെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരുന്നേന്? ദൈവവിളി കേട്ട് യെശയ്യാവ് മേജർ പ്രവാചകഗണത്തിൻ്റെ ആദ്യത്തെ പ്രോഫറ്റായി മാറുന്നു. മറ്റ് മേജർ പ്രവാചകന്മാർ യിരെമ്യാവ്, എസെക്കിയേൽ ആൻഡ് ഡാനിയേൽ. അതുപോലെ തന്നെ മിശിഹായുടെ വരവിനെയും വെർജിൽ ബർത്തിനെയും കുറിച്ച് ഈ യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ട് നോക്കാം. 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേൽ ശൗൽ, ദാവീദ്, ശലോമോൻ എന്നിവരുടെ കാലത്ത് ഒരു അവിഭക്ത രാജ്യമായിരുന്നെങ്കിലും ശലോമോന്റെ മകനായ റെഹബയാമിന്റെ കാലത്ത് നോർത്തേൺ കിങ്ഡം എന്ന് സദേൺ കിങ്ഡം എന്ന് ഇസ്രായേൽ രണ്ടായി വിഭജിക്കുകയായി ചെയ്തല്ലോ. റെഹബയാമിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിൽ ജെറുസലേമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജൂഡ ആൻഡ് ബെഞ്ചമിൻ 2 ഗോത്രങ്ങൾ ഒരു രാജ്യമായി. യെരോബെയാമിന്റെ നേതൃത്വത്തിൽ മറ്റുള്ള 12 ഗോത്രങ്ങളും പിന്നീട് രണ്ടാമത്തെ കിങ്ഡമായി. പിന്നീട് ട്രൈബ് ഓഫ് ജൂഡ പ്രബലപ്പെടുകയും 10 ഗോത്രങ്ങൾ ചിതറിപ്പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം. യെശയ്യാവ് പ്രവചിച്ചത് ഈ നോർത്തേൺ കിങ്ഡത്തിലെ 4 രാജാക്കന്മാരുടെ കാലത്താണ്. നോർത്തേൺ കിങ്ഡം എന്ന് പറഞ്ഞാൽ ജൂഡ തുടങ്ങിയ കിങ്ഡം, റെഹബയാമിന്റെ കിങ്ഡം. ആരുടെയൊക്കെ കാലത്താണ്? ഉസ്സിയ, ആ രാജാവിൻ്റെ മകൻ ജോഥം, ജോഥമിൻ്റെ മകൻ ആഹാസ്, ആ രാജാവിൻ്റെ മകൻ ഹെസക്കിയ. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ അഥവാ BC 745 പ്രവാചകന് ദൈവവഴി ഉണ്ടായത്. ആ സമയത്ത് അസീറിയൻ അസീറിയക്കാർ 2 കിങ്ഡങ്ങളെയും ഞെരുക്കിയ കാലം, എന്നിട്ട് പിന്നീട് ജൂഡ കിങ്ഡത്തിൽ ആധിപത്യം നടത്തിയ കാലം. പ്രവാചകനല്ലാത്ത ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അതിപരിശുദ്ധനായ യഹോവയെക്കുറിച്ചും മിശിഹായുടെ വരവിനെപ്പറ്റിയും ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റിയും മനുഷ്യർ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും മറ്റും പ്രസംഗിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകത്തിന് 66 അധ്യായങ്ങളുണ്ടല്ലോ. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. യഹോവയെയും വരുവാനിരിക്കുന്ന മിശിഹായെയും പരിശുദ്ധാത്മാവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണെന്നും അഭിപ്രായമുണ്ട്. 42-ാം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം. ഇപ്പം എന്തൊക്കെയാണ്? ആകാശത്തെ സൃഷ്ടിച്ചു. ഈ ആകാശം എന്ന് പറയുന്നത് എന്തോ? നാം ദൈവസൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് വേറെ യൂണിവേഴ്സുകളും ഉണ്ടെന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് അല്ല, മൾട്ടിവേഴ്സാണ് ഇപ്പോഴുള്ളതെന്നാണ് ഉള്ള ചിന്താഗതി കടന്നു വരുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മനുഷ്യന് അതീതമാണ്. ഈ പ്രപഞ്ചത്തിൽ 200 ബില്യൺ to 2 ട്രില്യൺ ഗാലക്സീസ് ഉണ്ടെന്നാണ് പവർഫുൾ ടെലിസ്കോപ്പ് വഴിയുള്ള നിരീക്ഷണത്തിൽ കണ്ടെത്തിയത്. 2 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞ് 12 പൂജ്യം. 200 ബില്യൺ എന്ന് പറഞ്ഞാൽ ഈ 2 കഴിഞ്ഞ് 9 പൂജ്യം. ഓരോ ഗാലക്സിയിലും ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ടെന്നാണ് അനുമാനം. മിൽക്കി വേ എന്ന ഗാലക്സിയാണ് നാമത്തിലാണ് സൂര്യൻ സെൻറ്റർ ആയിരിക്കുന്ന സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ എന്നത് മിൽക്കി വേയിലെ ഗാലക്സിയിലെ
100 ബില്യൺ ടു 400 ബില്യൺ സ്റ്റാർസിനുള്ളിൽ ഒരു ചെറിയ സ്റ്റാർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ദൈവത്തിൻ്റെ അപ്രമേയത്വം. എത്ര വലുതയാണ് യഹോവയുടെ സൃഷ്ടി എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ. ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്ന യഹോവയെ എന്ന് യെശയ്യാ പ്രഖ്യാപിക്കുമ്പോൾ ഈ നാം കണ്ട യൂണിവേഴ്സിനെയാണ് യെശയ്യാ പ്രതിപാദിക്കുന്നത്. ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും ഉളവാക്കിയ യഹോവ, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച യഹോവ, ആ യഹോവയാണ് മനുഷ്യർക്ക് വേണ്ടി മിശിഹായെ നിയോഗിക്കുന്നത്. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നയിപ്പാനും പാപബന്ധത്തിൽ നിന്ന് മനുഷ്യജാതിയെ മോചിക്കുവാനും കണ്ണുണ്ടായിട്ടും കാണാത്തവരുടെ, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവരെ വീണ്ടെടുത്ത് സ്നേഹവും ആർദ്രതയും കരുണയുമുള്ളവരാക്കി തീർക്കാനാണ് ക്രിസ്തുവിനെ പിതാവായ ദൈവം നിയോഗിച്ചത്. അതുകൊണ്ട് സൃഷ്ടികളെല്ലാം യഹോവയെ മഹത്വം കൊടുക്കട്ടെ, ക്രിസ്തുയേശുവിൻ്റെ രക്ഷണ പദ്ധതിയിൽ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ എന്നാണ് യഹോവ നമ്മോട് ആജ്ഞാപിക്കുന്നത്. ഈ വലിയ രക്ഷ നാം സ്വീകരിച്ചിട്ടുണ്ടോ? അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ ക്രിസ്തു ആരാണ്? 1-4 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ പുത്രൻ്റെ ദൈവത്വത്തിൽ ശക്തീകരിക്കാനായി അയച്ചല്ലോ. അതുകൊണ്ട് അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നവരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. ഈ യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിൽ കൂടെ നിവർത്തിയതായ ക്രിസ്തു തന്നെ സാക്ഷിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞാലോ, ഇന്നത്തെ എവൻഗേലിയൻ ഭാഗം. യെശയ്യാവിൻ്റെ ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം ക്രിസ്തു തന്നെ വായിക്കുന്നത് കൂടി ഈ വചനത്തിലൂടെ, അത് വായിച്ചതിലൂടെ വചനം നിവൃത്തിയായെന്ന് ക്രിസ്തു പറയുന്നു. ക്രിസ്തു തന്നെയാണ് മിശിഹ എന്ന് അഫയം ചെയ്യുന്നു. നമുക്ക് കൂടുതൽ പരിചയമുള്ള ഐസയ 53 ഒരു സഫറിംഗ് സെർവന്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ക്രിസ്തുയേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി പാപയാഗമായി തീർന്ന ക്രിസ്തു 53:5 നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുവിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ എല്ലാവരും അതൊന്ന് വായിച്ചിരിക്കണം. ക്രിസ്തുവിൻ്റെ ജനനം ഒരു വെർജിൻ ബർത്ത് ആയിരിക്കുമെന്ന് ചാപ്റ്റർ 7:14 പ്രവചിക്കുന്നു. നമ്മൾ സാധാരണ ക്രിസ്മസിൽ ഘോഷിക്കുന്ന ഒരു വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്മസിന് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ആഴ്ച നമ്മൾ പാഷൻ വീക്കിലേക്ക് കടക്കുകയാണല്ലോ. പാഷൻ എന്ന വാക്ക് ലാറ്റിൻ വേർഡ് ഫസിയോ എന്ന വാക്കിൽ നിന്നും വന്നതാണ്. സഫറിങ്, എൻഡുറൻസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ സഹനത്തെയും ക്രൂശ് അതിൽ കൂടെയുള്ള രക്ഷണ പ്രവൃത്തിയും നാം അനുസ്മരിക്കുന്ന സമയമാണല്ലോ പാഷൻ വീക്ക്. നമ്മുടെ പാപ സ്വഭാവം കൊണ്ട് ദൈവത്തെ നാം മറന്നിട്ടുണ്ടോ? സിൻ ഈസ് സെപ്പറേഷൻ ഫ്രം ഗോഡ് ആണെന്നുള്ള പറയുന്നത്. സകല മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് പാപയാഗമായി ക്രൂശിൽ കിടന്നപ്പോൾ ക്രിസ്തു പിതാവിൽ നിന്ന് മറയ്ക്കപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടു എന്തെന്ന് ഉള്ള പ്രാർത്ഥന അപ്പോഴായിരിക്കും യേശു ക്രിസ്തു പറഞ്ഞത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പാപത്തെ പരിപൂർണമായി തേച്ചപ്പോൾ ദൈവം പ്രസാദിച്ചു. ഉയിർപ്പ് എന്ന മിറക്കിൾ ഓഫ് മിറക്കിൾസ് സംഭവിച്ചു. ഈ ലെൻറ്റ് സമയങ്ങൾ നമ്മുടെ പാപത്തെയും ക്രൂശിൽ തറച്ച് ഒരു പുതുജീവൻ്റെ അനുഭവക്കാരായി തീരുവാൻ, നിത്യജീവൻ അവകാശികളായി തീരുവാൻ, ദൈവവിളി കേൾക്കുവാൻ പരിശുദ്ധമായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രൂശിൽ കൂടെ ദൈവമായി നമ്മെ അനുഗ്രഹിച്ച ക്രിസ്തുയേശുവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ മെഡിറ്റേഷനിൽ എന്നെ അനുവദിച്ച പ്രൊമോസ് സക്രിയാച്ചനും ഇത്രയും സമയം എന്നെ സഹിച്ച് ക്ഷമയോടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയേറ്റിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.